അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. മുന്തിരി ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കുരുവൊന്നും ഇല്ലാത്ത മുന്തിരിയാണ്. മുന്തിരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഉപ്പ് വെള്ളത്തിൽ ഇട്ടിട്ട് വേണം നല്ലതുപോലെ മുന്തിരി കഴുകി എടുക്കാനായിട്ട്. അപ്പോൾ കുരുവുള്ള മുന്തിരിയോ കുരുവില്ലാത്ത മുന്തിരിയോ ഏത് മുന്തിരി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 200 ഗ്രാം കുരുവില്ലാത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം മുന്തിരി ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. മുന്തിരി നന്നായിട്ട് ഇതാ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചൊഴിക്കാം. ആദ്യം നമുക്ക് ജ്യൂസൊക്കെ അരിക്കുന്ന അരിപ്പയിൽ കൂടെ ഒന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചോ ഒരു സ്പാച്ചിൽ വെച്ചോ ഇതുപോലെ ഇതിൻ്റെ ജ്യൂസ് മുഴുവനും എടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതിൻ്റെ ജ്യൂസ് മുഴുവനും എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൊത്ത് നമുക്ക് ആവശ്യമില്ല, ഇത് മാറ്റാം. ഇപ്പം നമ്മളിത് വലിയ ഹോളുള്ള അരിപ്പയിൽ കൂടിയാണ് അരിച്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒട്ടും തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ചായയൊക്കെ അരിക്കുന്ന അരിപ്പുണ്ടല്ലോ, ചെറിയ ഹോളുള്ള അരിപ്പയിൽ കൂടി ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കാം. അതാ മുന്തിരി ജ്യൂസ് ചെറിയ ഹോളുള്ള അരിപ്പയിൽ കൂടി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചെടുത്ത ജ്യൂസ് ഒന്ന് അളന്ന് നോക്കാം. 250 ml കപ്പിന് 1 കപ്പ് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1.5 കപ്പ് ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. 250 ml കപ്പിന് 1.5 കപ്പ് ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് വേണ്ടത് 2 കപ്പ് ജ്യൂസാണ്. അപ്പം ഇതിൽ ഇനി നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ 1/2 കപ്പ് വെള്ളവും കൂടി ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം 250 ml കപ്പിന് 2 കപ്പ് മുന്തിരി ജ്യൂസാണ് വേണ്ടത്. ഞാനിപ്പോൾ 1.5 കപ്പ് ജ്യൂസും 1/2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെടുത്ത മുന്തിരിയിൽ നല്ല മധുരമൊക്കെ ഉള്ള മുന്തിരി ജ്യൂസ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഈ പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞ് വരട്ടെ. ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര എല്ലാം നന്നായിട്ട് ഇത് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നീരാണ്. 1 ടീസ്പൂൺ നാരങ്ങ നീര് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ പകുതി നാരങ്ങ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. മുന്തിരിയിൽ അത്യാവശ്യം പുളിപ്പുണ്ട് എങ്കിൽ കൂടി ഈ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ മാത്രമേ ആ പ്രത്യേക ഒരു ടേസ്റ്റിന് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സമയം മധുരമൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചൈന ഗ്രാസിന്റെ പൊടിയാണ്. ഇത് വെജാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ജെലാറ്റിൻ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ പൊടിയല്ലേ, പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്റ്റിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. സ്റ്റിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 8 ഗ്രാം എടുക്കുക. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് ഇത് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. നല്ലോണം ഒന്ന് ചൂടാക്കി ഇത് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ഈ ജ്യൂസും അതുപോലെ തന്നെ ആ ചൈന ഗ്രാസും ഒരേ ചൂടിലായിരിക്കണം. എന്നിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നല്ലതുപോലെ ഉരുക്കി എടുത്തിട്ട് വേണം, ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ചൂട് ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ചൈന ഗ്രാസിന്റെ പൊടി ഇട്ട് കൊടുക്കാം. അകറാണ്, കുത്തി നിറച്ചെടുക്കരുത്. ഇതുപോലെ ലെവൽ ചെയ്ത് വേണം എടുക്കാനായിട്ട്. 2 ടീസ്പൂൺ അകർ ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കട്ടകളൊന്നുമില്ല, നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പൊ കട്ടകളൊന്നുമില്ല, ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതിലിപ്പോ കട്ടകളൊന്നുമില്ല. ഇതുപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് അങ്ങ് ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടോടുകൂടി തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൗളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയ ചെറിയ പതകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ സെറ്റായി വരുന്ന സമയത്ത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. ഒന്നിൽ ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഈ പതയൊക്കെ ഇതുപോലെ പതയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലിരുന്ന് നല്ലതുപോലെ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറട്ടെ. ചൂട് മാറിയതിന് ശേഷം കുറച്ച് സമയം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് നല്ലോണം സെറ്റായി കിട്ടും. അപ്പോൾ നല്ലതുപോലെ ചൂടെല്ലാം മാറിയതിന് ശേഷം ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച് സെറ്റാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്യാം. സ്ക്വയർ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്യാം.
ഒരു സ്പാച്ചിൽ വെച്ചോ കത്തി കൊണ്ടോ ഇതുപോലെ ഒന്ന് ഇളക്കിയിടാം. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. 250 ml കപ്പിന് 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. 1/2 ലിറ്റർ പാലാണ്. പാലെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാല് വേണം എടുക്കാനായിട്ട്. ഇനി പാലൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ. ഇപ്പോൾ ആ പാലൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാരയും കണ്ടൻസ് മിൽക്കും 3 ടേബിൾ സ്പൂൺ വീതമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞു വരട്ടെ. നിങ്ങൾ പഞ്ചസാര മാത്രം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഇതിലേക്ക് കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുള്ളത്. പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടൻസ് മിൽക്കും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാലൊന്ന് ജസ്റ്റ് ചൂടായതിനു ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി വേണമെന്നുണ്ടെങ്കിലും പാലിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. പഞ്ചസാര കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും വാനില എസൻസ് ചേർത്തിട്ട് ഇത് ചെയ്ത് കൊടുക്കുമ്പോൾ. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ അഗർ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. സിമ്പിളാണ്, നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് മുന്തിരിയും ചൈന ഗ്രാസും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ചൈന ഗ്രാസിന്റെ സ്റ്റിക്കാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നന്നായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉരുക്കിയതിന് ശേഷം ആ ചൂടോട് കൂടി തന്നെ ഈ ചൂട് പാലിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് തിളക്കട്ടെ. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. ഇപ്പം ഇതാ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഒരുപാടിട്ട് കുറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് ഇതിൻ്റെ ചൂടൊന്ന് മാറട്ടെ. അപ്പോൾ അത്യാവശ്യം നല്ല മധുരമുണ്ട്. നമ്മളിതിൽ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട് കുറച്ച് മധുരം മുന്നിട്ട് വേണം നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാരയോ കണ്ടൻസ് മിൽക്കോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ബൗളാണ്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ഭാഗത്തോളം ഇട്ട് കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റ് പാലിന്റെ ചൂട് ജസ്റ്റ് ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് സെറ്റ് ചെയ്ത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് പതയൊക്കെ അങ്ങ് നമുക്ക് എടുത്ത് മാറ്റാം. അല്ലെങ്കിൽ ഇത് പുഡിങ് റെഡിയായി വരുമ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ബാക്കിയിരിക്കുന്ന നമ്മൾ കട്ട് ചെയ്ത് വെച്ചതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെയ്ത് വെച്ചത് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. ഇതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ചൂടൊക്കെ നല്ലോണം മാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2-3 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ലതുപോലെ ചൂടൊക്കെ മാറിയതിന് ശേഷം 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളത്. ഇനി പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് പിടിയിച്ചു കൊടുക്കുക. ഇതിന്റെ സൈഡൊക്കെ വിടിയിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡിമോൾഡ് ചെയ്യാം. ഇപ്പൊ ഇതാ ഡിമോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി മെല്ലെ ഒന്ന് തുറന്ന് നോക്കാം. ഇത് അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സ്മൂത്തായിട്ട് ഇതാ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ആ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വായിലിട്ടാൽ തന്നെ അലിഞ്ഞിറങ്ങും. അത്രയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ്. മുന്തിരിയും ചൈന ഗ്രാസും ഉണ്ടെങ്കിൽ വീട്ടിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട്. നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട്. നല്ല ജെല്ല് പോലെയാണ് ഇരിക്കുന്നത്. മുറിച്ചും കൂടി ഒന്ന് കാണിച്ചു തരാം.
അപ്പൊ കണ്ടില്ലേ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ മുന്തിരി വെച്ചിട്ടുള്ള പുഡിങ് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്